ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എതിർക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ബിൽ ജനാധിപത്യത്തിനെതിരാണെന്നും സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രതികരണമൊന്നും കേട്ടുവരാം. ഇപ്പോൾ പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. നേരത്തെ ജയറാം രമേശാണ് പ്രതികരണം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പി ആർ സുനിൽ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് കരട് ബില്ല് മന്ത്രിസഭ പാസാക്കിയിരുന്നു. മന്ത്രിസഭ അംഗീകാരം നൽകി. ബില്ല് തിങ്കളാഴ്ച എത്തുന്നു. സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനായിരിക്കുമോ സാധ്യത? ഈ സെഷനിൽ തന്നെ ബില്ല് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ? അരുൺ, തിങ്കളാഴ്ച ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിസഭ ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകിയത്. ഏതായാലും അതിന് തൊട്ട് പിന്നാലെ തന്നെ ബില്ല് സഭയിൽ കൊണ്ടുവരാനുള്ള തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. ഏതായാലും ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നത്, ശുപാർശ എന്നത് 2034 മുതലായിരിക്കും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുക എന്നതാണ് ബില്ലിൽ പ്രധാനമായും പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നത് 5 വർഷ കാലാവധിയാണ് ഒരു നിയമസഭയ്ക്ക് ഉണ്ടാവുക. ഏതെങ്കിലും കാരണവശാൽ 5 വർഷത്തിനിടയ്ക്ക് ഒരു സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വന്നാൽ, വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, പിന്നീട് ആ നിയമസഭയുടെ ശേഷിക്കുന്ന കാലയളവ് മാത്രമേ ആ സർക്കാരിനുണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് 2 വർഷത്തിന് ശേഷം ഒരു സർക്കാർ പിരിച്ചുവിടുകയാണെങ്കിൽ അവിടെ ഒരു നിയമസഭാ സമ്മേളനം നടന്നാൽ ബാക്കി അവശേഷിക്കുന്ന 3 വർഷം മാത്രമായിരിക്കും ആ നിയമസഭയുടെ കാലാവധി. ഏതെങ്കിലും കാരണവശാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ, എന്നാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്നു മുതൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, അതായത് അടുത്ത ഘട്ടത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെയുള്ള കാലയളവ് എന്നതാണ് ഇപ്പോൾ ഈ ബില്ലിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. ഏതായാലും തിങ്കളാഴ്ച ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. തീർച്ചയായും സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബില്ല് വിടാൻ തന്നെയാണ് സാധ്യത. പിന്നീട് സംയുക്ത പാർലമെന്ററി സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുക. ഏതായാലും പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ബില്ലുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ വലിയ കടുത്ത പ്രതിഷേധങ്ങൾ ഒരുപക്ഷേ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വരും. ഏതായാലും ഈ ബില്ല് അംഗീകരിക്കില്ല എന്ന്